അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇനി വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇത് നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതിന് വരെ വഴറ്റിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കുവാൻ. ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത് കാരണമാണ് ഇതിന് ഇത്ര കളറുള്ളത്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് പകുതി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ് ഈ ചിക്കന്. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ആവശ്യത്തിന് കുറേശ്ശെ വെള്ളവും ഒഴിച്ചു കൊടുത്ത് പൂരിക്കും ചപ്പാത്തിക്കുമെല്ലാം ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കൂടുതലായി ഒഴിച്ചു കൊടുത്താൽ മാവാകെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ എത്ര പൊടിയിട്ടാലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ ഒരിത്തിരി ഓയിൽ തടവിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റോ 1/2 മിനിറ്റോ റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ചെറിയ ബോൾസാക്കി എടുക്കാം. പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി ഈ ബോൾസ് നമ്മൾ ആദ്യം പ്രസ്സിലിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയും അതിനുശേഷം ഇത് പ്രസ് ചെയ്താലും ചെറിയ വലുപ്പത്തിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അത് കാരണം ഇതൊന്ന് പരത്തിയെടുക്കുകയും വേണം. പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈ വലുപ്പത്തിലേ ലഭിക്കുകയുള്ളൂ. ഇത്ര വലുപ്പം പറ്റില്ല. ഇതിനേക്കാളും ഒരിത്തിരി കൂടി പപ്പടത്തിൻ്റെയൊക്കെ അത്രയും സൈസിൽ ഉണ്ടായിരിക്കണം. അത് കാരണം ഇതൊന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. അതിനായി ആദ്യം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എനിക്കിത് റൗണ്ട് ഷേപ്പിൽ കിട്ടാത്തത് കാരണമാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. ഉരുളകൾ ഡയറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ കഴിവുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പ്രസ് ചെയ്തെടുക്കണമെന്നില്ല.
ഇനി നമുക്ക് ഈ ഓരോന്നും പ്രസ് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ടോ അല്ലെങ്കിൽ പരത്തുന്ന പലകയിൽ വെച്ചോ ഒന്ന് പരത്തിയെടുക്കാം. നല്ല വലുപ്പത്തിൽ പരത്തണമെന്നില്ല. ഞാൻ പരത്തുന്ന ഇത്രയും വലുപ്പം മതി. വളരെ നൈസായിട്ടും പരത്തരുത്, വളരെ തിക്കായിട്ടും പരത്തരുത്. ഇത്രയും പരത്തി അതിലെ പൊടിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് ഇതിലോട്ട് നിറച്ചു കൊടുക്കാം. അതെല്ലാം ഈ പരത്തുന്ന ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫില്ലിങ്സ് കൂട്ടും കുറക്കാവുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇനി ഇത്രയും ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം ഇവിടെ ഞാൻ മൈദപ്പൊടി ഒരിത്തിരി വെള്ളത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഇതിൻ്റെ റൗണ്ട് സൈഡിൽ മൊത്തത്തിൽ ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആദ്യം അതൊന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. കോഴിയടയുടെ അതേ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ പറഞ്ഞതുപോലെ ഫില്ലിങ്സ് നിറക്കുക. അതിന് ശേഷം ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദ പേസ്റ്റ് ഇതിൽ തേച്ചതിന് ശേഷം അതൊന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. ഈ ഷേപ്പിൽ ഈ കോഴിയട ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേ ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫില്ലിങ്സ് ചെയ്തതിന് ശേഷം ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും ഇതുപോലെ ഫില്ലിങ്സ് നിറച്ച് ആ മൈദ പേസ്റ്റ് തേച്ച് കൊടുത്ത് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം നിറച്ച് ഈ രൂപത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഓയിൽ തിളച്ച് വന്നാൽ, ഓയിലിലാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഓരോന്നായി ഈ പാനിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ പൂവടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫില്ലിങ്സ് ചിക്കൻ കൊണ്ടാണെന്നുള്ള മാറ്റമേ ഇതിനുള്ളൂ. കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കുവാൻ. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതാണ്. മേൽഭാഗം ഒന്ന് വെന്ത് കിട്ടാനാണ് ഞാൻ സ്പൂൺ വെച്ച് ഓയിൽ ഒന്നൊരു സ്പൂൺ ഒഴിച്ച് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മേൽഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് അടുത്ത സൈഡും വേവിച്ചെടുക്കാം. ഈ കളറാകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ കളർ വന്നാൽ മാത്രമേ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് ഒരു ഹാഫ് വേവായി കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഒന്ന് നല്ലോണം പൊന്തി വരും. ഈ മേൽഭാഗത്തുള്ള ഇതിൻ്റെ കോട്ടിങ് അങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ ക്രിസ്പിയുമായിരിക്കും. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിഷ്ടമായാൽ കമൻ്റ് അയക്കാൻ മറക്കരുത്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബേഴ്സ് 1K കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോസിന് താഴെ കമൻ്റ് അയക്കാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒന്ന് വേറൊരു ഷേപ്പിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഷേപ്പിൽ വ്യത്യാസമുണ്ടെന്ന് തന്നെ ഉള്ളൂ. കഴിക്കാൻ എല്ലതും
ഒരേ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇതും 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് അടുത്ത സൈഡും വേവിച്ചെടുക്കണം. ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഓയിലിൽ മുങ്ങിക്കിടക്കുന്നത് ബൗളിലാണ് നമ്മൾ പൊരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് എൻ്റെതിൽ ഓയിൽ കുറവായത് കാരണമാണ് ഞാൻ മേൽഭാഗത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ മാവൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി വരുന്നതായിരിക്കും. ഇത് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല, മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ കോട്ടിങ്ങിന് ഈ കളർ വരണം. ഈ കളർ വന്നതിന് ശേഷം മാത്രമേ ഇത് കോരിയെടുക്കാവൂ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതിൻ്റെ ഫില്ലിങ്സിൽ ചിക്കനും വെജിറ്റബിൾസും എല്ലാം ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ചിക്കനും ബീഫൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇത് വളരെ ടേസ്റ്റി ആയിരിക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൂവട ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.